ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ കൊക്കോ ഉപയോഗിച്ച്, നമ്മുടെ വീട്ടുമുറ്റത്ത് പിടിക്കുന്ന കൊക്കോ ഉപയോഗിച്ച് എങ്ങനെ ഒരു കിടിലം ചോക്ലേറ്റ് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ പിടിച്ച കൊക്കോ തന്നെയാണ്, പുറത്തുനിന്ന് കൊക്കോ പൗഡർ അങ്ങനെയൊന്നും വാങ്ങുന്നില്ല. വീട്ടിലെ കൊക്കോ ഉപയോഗിച്ച് അതിൻ്റെ അകത്തുനിന്ന് പൊടിയെടുത്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് കൊക്കോ. ഇതുപോലത്തെ ഏകദേശം 2 എണ്ണം എടുത്തിട്ടുള്ളതാണ്. 2 എണ്ണത്തിൻ്റെ സീഡാണ് നമ്മൾ കൊക്കോ വെച്ച് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ എടുത്തേക്കുന്നത്. ഇത് തൊലി കളഞ്ഞ് ഉണക്കി എടുത്തിട്ടുള്ള കൊക്കോ സീഡാണ്. ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ 1 കപ്പ് കപ്പലണ്ടി, ഏകദേശം 1 കപ്പ് കൊക്കോ സീഡുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഏകദേശം 1 കപ്പ് തന്നെ കപ്പലണ്ടി, 1 കപ്പ് പഞ്ചസാര, 50 ml നെയ്യ്, 1/2 ലിറ്റർ പാല്. ഇത്രയാണ് നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ആദ്യം നമുക്ക് കൊക്കോയുടെ അരി ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കത് പൊടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കൊക്കോയുടെ സീഡൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ടത് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ കൊക്കോ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ കൊക്കോ സീഡ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ ആ തരിയൊക്കെ ഒന്ന് മാറ്റി നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും. നമ്മൾ പൊടിച്ച് അരിച്ചെടുത്ത കൊക്കോ പൊടിയാണിത്. ഇനി ഇതിലേക്ക് കപ്പലണ്ടി പൊടിച്ച് ചേർക്കണം. കപ്പലണ്ടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ആവണം, കപ്പലണ്ടി പൊടിച്ചതും കൊക്കോ പൊടിച്ചതും. ആദ്യം പാലൊന്ന് അടുപ്പിൽ വെച്ച് ചൂടാക്കണം. പാല് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കൊക്കോ പൊടിയും കപ്പലണ്ടി പൊടിയും കൂടെ ചേർക്കുകയാണ്. തീ ഒന്ന് സിമ്മിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നന്നായി കുറുകി കിട്ടണം. കൊക്കോ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ്. ഇനി നന്നായിട്ട് ഇളക്കണം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നന്നായിട്ട് കുറുകി വരുമ്പോൾ ആ കൊക്കോ നല്ല ഡാർക്ക് കളറായി വരുന്നുണ്ട്. ഏകദേശം ഈ ഒരു പരുവത്തിൽ ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് ഒരു നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നെയ്യ് പുരട്ടി വെച്ചേക്കുന്ന പാത്രമാണ്. ഇതിലേക്ക് നമുക്ക് കുറുക്കിയെടുത്ത ചോക്ലേറ്റ് ഒഴിക്കാം. ആദ്യം ഒരു ലെയർ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇടുക. ഇനി അടുത്തൊരു ലെയർ ഒഴിക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്കും കുറച്ചുകൂടെ കപ്പലണ്ടി ഇടുക.
നമ്മൾ അടുപ്പിൽ നിന്ന് എടുത്ത ഉടനെയാണ് ഈ നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്ക് ചോക്ലേറ്റ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ചെറിയ ചൂട് കാണും. അപ്പോൾ ആ ചൂടൊന്ന് തണുത്ത ശേഷം മാത്രം നമുക്കിതൊന്ന് ഫ്രീസറിലോട്ട് വെക്കാം. അപ്പോൾ ചൂടൊന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഫ്രീസറിലോട്ട് മാറ്റാം. ചോക്ലേറ്റ് നല്ല സെറ്റായിട്ടുണ്ട്. നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ് ഇപ്പോൾ. അപ്പോൾ ഇതിനി നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്ത് മാറ്റാം. ഇതിൽ ഞങ്ങൾ കപ്പലണ്ടി കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. കപ്പലണ്ടിയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നമുക്ക് ആ പൊടിച്ചിടുന്നത് വേണം. അല്ലാതെ ഇതുപോലെ ഇടുന്നതിൽ ആവശ്യമില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട. ഇപ്പം ഞാനിതിനകത്ത് കുറച്ച് കപ്പലണ്ടി അധികം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടാനുസരണം നിങ്ങൾക്കത് ചേർക്കാവുന്നതാണ്.